നിനക്ക് സെറോഗസിയെ കുറിച്ച് അറിയാമായിരിക്കും. പാരൻസിന്റെ ഡീറ്റെയിൽസ് അവർക്ക് ഓക്കെ ആയവരോടും അവരുടെ ഡീറ്റെയിൽസ് നമ്മളോടും അവർ പറയാറില്ല. ബട്ട് കുഞ്ഞ് ജീവനോടെയുണ്ട്. എൻ്റെ മോളത്. ഐ വാണ്ട് ദാറ്റ് കിഡ്. ഈ അടുത്തായി ഞാൻ ശാലിനിയെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ നോക്കി നമുക്കൊരു കുഞ്ഞിനെ വേണമെന്നൊക്കെ. ബട്ട് അവളെ സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പൊ ആ കുഞ്ഞ് ജീവനോട് ഉണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ എങ്ങനെ അകന്നു നിൽക്കും? ഞാൻ എവിടെ പോയി തരയും? ആ ഡോക്ടറെ ഹെൽപ്പ് പോലും ചോദിക്കാൻ കഴിയില്ല. ഐ വാണ്ട് ദാറ്റ് കിഡ് റാം. ഐ വാണ്ട് ദാറ്റ് കിഡ്. ശ്യാമേ, എടാ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിന്നെ. ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ പറ്റിയതും ആ കാര്യം നിന്റെ ചെവിയിൽ എത്തിയതും എന്തുകൊണ്ടെന്നറിയോ? ആ കുഞ്ഞ് ഉറപ്പായി നിന്റെ വരും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ലീഗലായി നമ്മൾ ആലോചിച്ചെന്ന് പറഞ്ഞാലും ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ സ്വന്തമാക്കാൻ റൈറ്റ്സ് ഇല്ല. അക്കോർഡിംഗ് ടു ലോ സറോഗസി ഈസ് ഇല്ലീഗൽ. ബയോളജിക്കലി ആലോചിച്ചാലും ഫാദർ ആൻഡ് മദർ ഈസ് യു ആൻഡ് ശാലിനി. അറ്റ് എനി കോസ്റ്റ് ആ കുഞ്ഞ് നിന്റെ കൂടെ തന്നെ വളരേണ്ടത്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ശ്യാമേ. നിന്റെ കുഞ്ഞിനെ നിനക്ക് തിരിച്ചിട്ടാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. അറ്റ് എനി കോസ്റ്റ്. താങ്ക് യു റാം. തിങ്സ് വിൽ ബി ഫൈൻ. എല്ലാം ശരിയാവും. സീത, ആ കപ്പിൾ ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുതെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി സറോഗസിയിലുള്ള ഒരു പ്രൊസീജിയർ അത്. കാരണം നിന്റെ ഇൻഫോർമേഷൻ അവരോടാണെങ്കിലും അവരുടെ ഇൻഫോർമേഷൻ നിന്നോടാണെങ്കിലും റിവീൽ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. ആ കാര്യം ഈ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ കുഞ്ഞിന്റെ മേൽ യാതൊരു അവകാശം ഉണ്ടായിരിക്കില്ല. ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് പോലും ഉണ്ടാവാൻ പാടില്ല. ഇതൊരു സർവീസാണ്. അതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. ശരി ഡോക്ടർ, എനിക്ക് മനസ്സിലാവും. അച്ഛൻ്റെ ഓപ്പറേഷന് പണം കണ്ടെത്താൻ എനിക്ക് മറ്റൊരു മാർഗവുമില്ല. ചേട്ടൻ എന്നെ ഒരു വിധത്തിലും സപ്പോർട്ട് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എല്ലാം ആ രാമന്റെ കയ്യിലാ. ഈ കുഞ്ഞിനെ ഞാൻ എപ്പോഴും ഓർത്തു വെക്കും ഡോക്ടർ. ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ നല്ലതിനു വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഈ കുഞ്ഞുമായിട്ട് ഞാൻ ഒരു തരത്തിലുള്ള ബന്ധമോ അവകാശമോ പറഞ്ഞ് ഒരിക്കലും വരില്ല. ഞാൻ എൻ്റെ ജോലിയാണ് ഡോക്ടർ ചെയ്യുന്നത്. അമ്മേ, ഡോക്ടർ, അമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. അമ്മേ, ഈ ശാലിനി എന്താ വിളിച്ചിട്ടെടുക്കാത്തത്? അയ്യോ, വല്ലാതെ വേദനിക്കുന്നു ഡോക്ടർ. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വരില്ല ഡോക്ടർ. എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. റിലാക്സ്. അമ്മേ, ഡോക്ടർ എന്നെ വേദന കൂടി വരുന്നുണ്ട്. റിലാക്സ് ചെയ്തേ. അമ്മേ, 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 ആ, ആ, ആ. I don't know how to thank you, man. എന്റെ ശ്യാമ, ആദ്യം ഞാൻ പറഞ്ഞ സഹായം നടക്കട്ടെ. നിന്റെ കുഞ്ഞ് നിന്റെ അടുത്ത് എത്തട്ടെ. അത് കഴിഞ്ഞിട്ട് മതി നിന്റെ താങ്ക്സ്. ഓക്കെ? നീ എന്റെ കുഞ്ഞിനെ കണ്ടെത്തുന്നൊരു പ്രതീക്ഷ എന്നില്ലേ? നീ ഇത്രയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും അത് ചെയ്യും. എനിക്കറിയാം. ശ്യാമേ, നമ്മുടെ കുട്ടികൾ നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നോ അവര് നമ്മുടെ ലൈഫിൽ ഒരു പ്രത്യേക ഹാപ്പിനെസ് ആഡ് ചെയ്യപ്പെടാ. ഇൻഫാക്ട്
ഞാൻ എപ്പം മുതൽ എൻ്റെ മകളെ ഇത്രയധികം സ്നേഹിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല ശ്യാമേ. അവൾ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആയത്. ഐ ജസ്റ്റ് കാൻ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് മൈ ഡോക്ടർ. യുനോ, അവൾ എനിക്ക് ഒരുപാട് പ്രഷ്യസ് ആടാ. എനിക്ക് നിന്റെ പെയിൻ മനസ്സിലാവും ശ്യാമേ. എത്രയും പെട്ടെന്ന് നിന്റെ കുഞ്ഞ് നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ട്രസ്റ്റ് മീ. യു നോ സംതിങ്, എൻ്റെ മകൾ ഒരു അനിയനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. പക്ഷെ ഞാൻ നിനക്കൊരു വാക്ക് തരാം. എൻ്റെ കുഞ്ഞിനൊരു കൂടപ്പുറപ്പുണ്ടാവുന്നത് നിന്റെ കുഞ്ഞിനെ നിനക്ക് കിട്ടിയതിന് ശേഷമായിരിക്കും. ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ് മാൻ. ഇതിന് തിരിച്ചെന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല രാമ. താങ്ക്സ്. അതൊരു ചെറിയ വാക്കല്ലേ. എടാ ഡോക്ടറെ, മുത്തശ്ശൻ്റെ ബർത്ത്ഡേക്ക് നിനക്ക് വരാൻ പറ്റിയില്ല. ഗണേശോത്സവത്തിന് ഒഴിവ് പറയാതെ അങ്ങോട്ട് വന്നേക്കണം. മനസ്സിലാവുന്നുണ്ടോ? 100%. ഐ പ്രോമിസ്. നൗ ഐ ഹാവ് എ റിയലി സ്ട്രോങ് അജണ്ട. നീ എൻ്റെ കുഞ്ഞിനെ കണ്ടെത്താൻ സഹായിക്കാന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വിടുവോടാ? യു ബെറ്റർ നോട്ട്. നെവർ. എല്ലാം ശരിയാവുന്നേ. ഡോണ്ട് വറി. താങ്ക് യു. സോറി സീത, പ്രസവത്തിന് ശേഷം തിരിച്ചു പോകാനിരുന്ന നിന്നെ കുഞ്ഞിനോടൊപ്പം ആശ്രമത്തിലേക്ക് പറഞ്ഞയക്കാൻ ഞാൻ. എനിക്ക് പരിചയമുള്ളൊരു ആശ്രമം അത്. ആക്ച്വലി കോണ്ടാക്ട് പ്രകാരം ബയോളജിക്കൽ പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് പ്രകാരം നിനക്ക് തരാൻ പാടില്ല. പക്ഷേ നിലവിലെ അവസ്ഥ മറ്റൊന്നാണ് എന്ന് കരുതി കുട്ടിയുടെ ഉത്തരവാദിത്തം നിന്നെ മേൽപ്പിക്കാൻ കഴിയില്ല. അതും വലിയൊരു തെറ്റ് തന്നെയാ. അതുകൊണ്ട് അവരുടെ അഡ്രസ്സ് ഞാൻ നിനക്ക് തരാം സീത. നിന്റെ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല സീത. വെരി സോറി. ഡോക്ടർ, നിങ്ങൾ എന്തിനാ സോറി പറയുന്നത്? നിങ്ങൾ ഓൾറെഡി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ അഡ്രസ്സിലേക്ക് ഞാൻ പോവാൻ നോക്കിക്കോളാം. അത്രയും കാലം ഞാൻ ആശ്രമത്തിൽ കഴിഞ്ഞോളാം. രാമൻ വിധിച്ചത് എന്താണോ അതങ്ങനെ സംഭവിക്കും. ഈ കുഞ്ഞിനെ സ്നേഹത്തോടെ വളർത്തേണ്ടത് എന്റെ ധർമ്മമാണ് ഡോക്ടർ. കോൺട്രാക്ട് പ്രകാരം എന്റെ കർത്തവ്യം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഒരു കോൺട്രാക്ട് അപ്ലൈ ആവില്ല. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിക്കോളാം. കാത്തിരുന്നോളാം. അവരെ കിട്ടിയില്ലെങ്കിൽ ഈ കുഞ്ഞിന് പിന്നെ എല്ലാം ഞാനാണ് ഡോക്ടർ. അന്ന് ഞാനവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഡോക്ടർ തന്ന അഡ്രസ്സിലേക്ക് ലെറ്റേഴ്സ് അയച്ചിരുന്നു. അവരും ആ കുഞ്ഞിനെ കാണുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അവര് വന്നതേയില്ല. ഇപ്പൊ അവര് വരുമോന്ന് ഓർത്ത് എനിക്ക് പേടിയാവുന്നുണ്ട്. ഇല്ല, അങ്ങനെ സംഭവിക്കരുത്. ബേബി, ഇങ്ങോട്ട് വന്ന് നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ശാലിനി, ശാലിനി, എത്തിയോ? നീ എവിടെ പോയതായിരുന്നു? ശാലിനി, ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ശരിക്കും സന്തോഷാവും. അങ്ങനത്തെ ഒരു ന്യൂസ് ഉണ്ട്. എന്താ അത്? ഇന്ന് എന്നെ ഡോക്ടർ അനന്തലക്ഷ്മി കോൾ ചെയ്തിരുന്നു. അനന്തലക്ഷ്മിയോ? എന്തിന്? യാ, അവരെന്നെ വിളിച്ചപ്പോ എനിക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ബട്ട് സംസാരിച്ചത് നന്നായി. ഒരു ഗുഡ് ന്യൂസ് അറിയാൻ പറ്റി. ഹേയ് ശാലു, നമ്മുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ട് ശാലിനി. വാട്ട്? കുഞ്ഞോ? ഏത് കുഞ്ഞ്?
ഷാലു, ജിജു ഏത് കുഞ്ഞിനെ പറ്റിയാ സംസാരിക്കുന്നത്? ഏത് കുഞ്ഞാണ് ഷാലു? ചാന്ദിനി, നീ ഇതിൽ ഇടപെടണ്ട. സ്റ്റേ അവേ. ഹേയ് ശാലിനി, നീ ഇപ്പോഴും ആ ഷോക്കിലാണോ? എനിക്കും ആദ്യം ഇങ്ങനെയായിരുന്നു. നമ്മുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ട്, അത് സത്യ. നമുക്ക് കുഞ്ഞില്ലല്ലോ എന്ന് കരുതി വിഷമിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റെങ്കിലും ചെയ്യാന്ന്. പക്ഷേ ഇപ്പോ നമുക്കതിന്റെ ഒരു ആവശ്യവുമില്ല. എന്താന്ന് വെച്ചാ നമ്മുടെ കുഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ കൊച്ചിനെ കണ്ടെത്തും. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും ശാലു. എന്തായാലും കണ്ടെത്തും. കണ്ടെത്തിയിരിക്കും ഞാൻ. ശാലിനി, എനിക്ക് ലണ്ടൻ മെഡിക്കൽ സ്കൂളിൽ സീറ്റ് കിട്ടി. ഐ ആം സോ ഹാപ്പി. ശാലിനി, നിനക്ക് സന്തോഷായില്ലേ? അല്ല ശ്യാം, നീ ഇപ്പൊ ലണ്ടനിൽ പോയാ നമുക്ക് കുഞ്ഞായതിനു ശേഷം ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് നോക്കുക? ശാലിനി, ഇറ്റ്സ് എ മാറ്റർ ഓഫ് 2 years. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. അത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിന്റെയും കുഞ്ഞിന്റെയും കൂടെയാ. അപ്പോ നീ നിന്റെ സ്റ്റഡീസിനും കരിയറിനും വേണ്ടി ലണ്ടനിൽ പോവും, ഞാൻ ഇവിടെ കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റിയിട്ടിരിക്കണോ? അത് കൊള്ളാം ശ്യാം, വളരെ നന്നായിട്ടുണ്ട്. എനിക്കിതിനൊന്നും കഴിയില്ല. ശാലിനി, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഈ മെഡിക്കൽ കോഴ്സ് ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എടുത്തതാണ്. പിന്നെ ആ കുഞ്ഞ് നമ്മുടെ സ്വപ്നമല്ലേ. നോക്ക്, നിനക്ക് ഗർഭം ധരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ സറോഗസി നമ്മൾ ചൂസ് ചെയ്തത്. നീ സമ്മതിച്ചിട്ടല്ലേ സറോഗസി വഴി നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നോക്ക്, നമുക്ക് ഈ കുഞ്ഞ് ഇമ്പോർട്ടൻ്റാ, അതേപോലെ തന്നെ മെഡിക്കൽ കോഴ്സും ഇമ്പോർട്ടൻ്റാ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്നെ പ്ലീസ് ലണ്ടനിലോട്ട് പറഞ്ഞേക്ക്. ഡെലിവറി ടൈമിൽ ഞാൻ ഉറപ്പായിട്ട് എത്തിക്കോളാം. ഐ പ്രോമിസ്. ഷാലു, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? എനിക്ക് മനസ്സിലാവുന്ന വിധത്തിലൊന്ന് പറയാമോ? നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നോ? ശ്യാമ നേരെ ലണ്ടനിൽ പോയി. അത് കഴിഞ്ഞ് ആ കുഞ്ഞ് ജീവനോടെ ഇല്ലെന്ന് ഞാൻ അവനോട് കള്ളം പറഞ്ഞു. കാനഡയിൽ ജോലിക്ക് ചേരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം പെട്ടെന്ന് എന്തിനായിരിക്കും ഡോക്ടർ ഇവനോട് പറഞ്ഞത്? ഛേ, ഞങ്ങളുടെ കാനഡയിൽ നിന്നും വരാൻ പാടില്ലായിരുന്നു. ചാന്ദിനി, ചാന്ദിനി, സോറി സീത, ലേറ്റ് ആയി പോയി. കുഴപ്പമില്ല റാം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട് സീത. റാം, അത് വെയിറ്റ് സീത. എപ്പോഴും നീയല്ലേ ആദ്യം സംസാരിക്കാറ്, പക്ഷെ ഇന്ന് ഞാൻ ആദ്യം പറയാം. ഇത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. നിനക്ക് എൻ്റെ ഫ്രണ്ട് മേഘാശ്യാമിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ലേ? സിഹിക്ക് ബോഡി സ്കൂളിൽ പോയി ഡെയിലി ഇൻസുലിൻ കൊടുത്തു എന്നും പറഞ്ഞ്. പക്ഷെ നിനക്കറിയോ അവനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന്? എന്ത് പറ്റി റാം? അവൻ്റെ കുഞ്ഞിപ്പോൾ അവൻ്റെ കൂടെ അല്ല ഉള്ളത് സീത. പാവം, ഇത്രയും വർഷം ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ എങ്ങനെയാ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞു. അറ്റ് എനി കോസ്റ്റ് ആ കുഞ്ഞിനെ അവനെ തിരിച്ചിട്ടാൻ വേണ്ടത് ചെയ്യേണ്ട സീത. വേണം റാം, സ്വന്തം കുഞ്ഞിനെ വിട്ട് നിൽക്കാന്ന് പറയുന്നത് അത് വലിയ പ്രയാസമാ. അവർക്ക് എങ്ങനെ ഇത് സംഭവിച്ചത്? ഈ സറോഗസി മദേഴ്സിനെ വിശ്വസിക്കുന്നത് എന്ത് ധൈര്യത്തിലാ? ശ്യാമും അവന്റെ വൈഫും സറോഗസി ത്രൂ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാന്ന് ഡിസൈഡ് ചെയ്തിരുന്നു. പക്ഷെ വാടകയ്ക്കെടുത്ത അമ്മ അവരെ ചതിച്ചു പോയി കളഞ്ഞു. കുഞ്ഞ് മരണപ്പെട്ടുവെന്ന് കള്ളം പറഞ്ഞ് മോസ്റ്റ്ലി അവരാ കുഞ്ഞിനെ കൊണ്ട് പോയെന്നാ തോന്നുന്നത്. പക്ഷെ അവൻ വളരെ ഇമോഷണലായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാനും പറ്റിയില്ല. അറ്റ് എനി കോസ്റ്റ് ആ കുഞ്ഞിനെ ഞാൻ തിരിച്ചവനെ കൊടുക്കുന്ന വാക്കും കൊടുത്തു. അല്ല റാം,
അപ്പൊ ആ അമ്മയുടെ അവസ്ഥയോ? ഇത്ര വർഷം സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയ ആ അമ്മയുടെ അവസ്ഥയോ? നീ എന്തായി പറയുന്ന സീത? അല്ല, സറോഗേറ്റ് മദറിനെ ആ കുഞ്ഞിന്റെ ഒറിജിനൽ അമ്മയാവാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല സീത. ഇറ്റ്സ് ജസ്റ്റ് എ സർവീസ്. അത്രയുള്ളോ? റാം അങ്ങനെയാവുന്നത് എങ്ങനെയാ? എനിക്കറിയാം സറോഗസിക്ക് തയ്യാറാവുന്നവര് പൈസക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ 9 മാസം അവളെ പരിചരിച്ച് അതിനുശേഷം അതിനെ പെറ്റ് ആ കൊച്ചു കുഞ്ഞിനെ മറ്റാരുടെയോ കൈ കൊടുത്ത് തിരിഞ്ഞു നോക്കാതെ പോവില്ലേ? റാം, ആ വേദനയില്ലേ? ഒരു പണത്തിനും അത് ശരിയാക്കാൻ കഴിയില്ല റാം. ഫൈൻ സീത, ഒരു സർവീസ് എന്ന രീതിയിൽ എനിക്ക് അതിനോട് വലിയ ബഹുമാനമുണ്ട്, സഹതാപമുണ്ട്. ഇപ്പൊ ബയോളജിക്കൽ പേരൻസ് ആരാണോ കുഞ്ഞ് അവരുടെ കൂടെയല്ലേ നിൽക്കുന്നത്. അഥവാ പേരൻസ് ജീവനോടെ ഇല്ലെങ്കിൽ അത് പിന്നത്തെ കാര്യമല്ലേ. പക്ഷെ പേരൻസ് ജീവനോടെ ഉള്ളപ്പോ ഇതെല്ലാം കോൺട്രാക്റ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ആ പേരൻസിന്റെ കൂടെയാ പോവേണ്ടത്. ആൻഡ് ദേ ഹാവ് ടു യുണൈറ്റ്. സീത, നിന്റെ കണ്ണെന്തിനാ നിറഞ്ഞേ? നീ വരെ ഇത്ര ഇമോഷണൽ ആയില്ലേ? അപ്പൊ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അവന്റെ അവസ്ഥയോ? അവൻ എന്തുമാത്രം ഇമോഷണൽ ആയിരിക്കും? അവന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടെത്തി കൊടുക്കുന്ന വാക്കുകൊടുത്ത സീത, നീ എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? അതെന്താ? പറ സീത. ഒന്നുമില്ല റാം. ഗണേശോത്സവത്തിന് അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോയിക്കോട്ടെ എന്ന് ചോദിക്കാനായിരുന്നു. ഗണേശോത്സവത്തിനോ? ആക്ച്വലി അന്ന് ശ്യാമാണെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ എങ്ങ് സെലിബ്രേറ്റ് ചെയ്താലോ? അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറ. എല്ലാം ഈസി ആവില്ലേ? എന്തു പറയുന്നു? അല്ല, സറോഗേറ്റ് മദറിനെ ആ കുഞ്ഞിന്റെ ഒറിജിനൽ അമ്മയാവാൻ പറ്റുമോ? പക്ഷെ പേരൻസ് ജീവനോടെ ഉള്ളപ്പോ ഇതെല്ലാം കോൺട്രാക്റ്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ആ പേരൻസിന്റെ കൂടെയാ പോവേണ്ടത്. What is this, Chandini? റെക്കമെൻഡേഷൻ ലെറ്റർ ചോദിച്ചപ്പോൾ ഞാൻ തന്നില്ല. അതിന് എന്റെ സൈൻ നീ ഫോർജറി ചെയ്യോ? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നിയ ചാന്ദിനി? ജിജു, ബട്ട് താങ്ക്സ്. നീ കാരണമാണ് ഡോക്ടർ ആനന്ദ ലക്ഷ്മി എന്നെ കോൾ ചെയ്തത്. നീ കാരണമാണ് എന്റെ കുഞ്ഞു ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം അറിഞ്ഞത്. ജിജു, എനിക്ക് തോന്നുന്നത് ആ കുഞ്ഞിനെ പറ്റി എനിക്ക് അറിയാവുന്ന. മതി ചാന്ദിനി, ഇനി നീ ഒന്നും പറയണ്ട. കുഞ്ഞു ജീവനോടെ ഉണ്ട്. ഇനി ഞാൻ കണ്ടെത്തിക്കോളാം. കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തറിയാം? അതറിയാൻ ഒരു സാധ്യതയുമില്ല. എനിക്ക് മാത്രമേ അറിയൂ. ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞത് തന്നെ ഞാന്. അതിന്റെ കാര്യം അവിടെ വെച്ച് തീർന്നു എന്ന് കരുതിയപ്പോ ഇതെന്ത് ഈ വിഷയം ഇപ്പൊ വീണ്ടും തിരിച്ചു വരുന്നത്? ജിജു, നിങ്ങൾ രണ്ടുപേരും ഈ കുഞ്ഞിന്റെ കാര്യം എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞാ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കും പറയാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല. നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല. ഫോർജറി ചെയ്യുന്നത് എത്ര വലിയ ക്രൈമാണെന്നറിയോ? ക്രിമിനൽസിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും. ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ശ്യാം, ജിജു, എന്നോട് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞോ? ഞാൻ അതിന് മനഃപൂർവ്വം ഫോർജർ ചെയ്തതല്ല. നിങ്ങളോട് ഒരു റെക്കമെൻഡേഷൻ ചോദിച്ചു, നിങ്ങൾ സഹായിച്ചില്ല. സോ ഞാൻ ഇനി ഒരു ആർഗ്യുമെന്റും വേണ്ട. ഇറങ്ങിപ്പോ. ഓ അതെയോ? നിനക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ അറിയാം ജിജു. ഇത് എന്റെ മുത്തശ്ശിയുടെ വീടാ, അതായത് എന്റെയും കൂടി വീടാണെന്ന്. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ഞാനിവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. ചാന്ദ്രി, ഹാവ് യു ലോസ്റ്റ് യുവർ മൈൻഡ്? എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ജിജുവിന് എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയാമോ? ഒരു കാര്യം ഓർത്തു വെച്ചോ ജിജു, ഇന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചതിന് ഉറപ്പായിട്ട് റിഗ്രറ്റ് ചെയ്യും. ഒരു ദിവസം നിങ്ങൾക്ക് എന്റെ ഹെൽപ്പ് എന്തായാലും വേണ്ടിവരും. നോക്കിക്കോ. ചാന്ദ്രി, മൈൻഡ് യുവർ ലാംഗ്വേജ്. വായി തോന്നിയതൊന്നും വിളിച്ചു പറയണ്ട. ഓ കമോൺ ഷാലു, നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം.
അല്ലെങ്കിൽ നീയും ജിജുവിന്റെ കൂടെ ഇറങ്ങിപ്പോയിക്കോ. ശാന്തിനി, ശാലിനി, നമുക്ക് ഇവിടെ നിന്ന് പോവാം. എനിക്ക് തോന്നുന്നത് ഈ വഴി നമ്മളെ നമ്മുടെ കുഞ്ഞിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇന്നീ കാന്താരി എന്റെ നെഞ്ചിൽ ഉറങ്ങുന്നേ. വേണ്ട അച്ഛാ, ഇന്ന് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാം. അതെന്താ? എന്താണെന്നോ, ഞാനിപ്പോ വലിയ കുട്ടിയായില്ലേ, അപ്പൊ ഞാൻ നിങ്ങളുടെ നെഞ്ചത്ത് കയറി കിടന്നാ നിങ്ങക്ക് ഭാരം തോന്നും. ഓഹോഹോ, ഭാരമുള്ള വലിയ കുട്ടിയായോ നീ? നീ എത്ര വലിയ കുട്ടിയായാലും എനിക്ക് ഒരിക്കലും ഭാരമാവില്ല, കേട്ടില്ലേ? പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ കിടന്ന് ഇറങ്ങിക്കോളാം. അതെന്താണെന്നോ, എനിക്ക് അച്ഛനെയും കിട്ടും സീതമ്മയും കിട്ടും. മിടുക്കി എന്റെ മോള്. സീതമ്മ, എന്താ സൈലന്റ് ആയിരിക്കുന്നേ? എനിക്കൊരു കഥ പറഞ്ഞാ. മോളെ, ഇന്നൊന്നും വേണ്ട, പിന്നൊരിക്കൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരുന്നതേ ഇല്ല. കഥ പറഞ്ഞതാ സീതമ്മ, പ്ലീസ്. രാമ എന്ന് വിളിച്ചോ, വേഗം ഉറക്കം വന്നോളൂ. ഇല്ല സീതമ്മ, എനിക്കൊരു കഥ കേൾക്കണം. എനിക്കല്ലെങ്കിൽ ഉറക്കം വരികയില്ല. പ്ലീസ് അച്ഛാ, നിങ്ങളൊരു കഥ പറഞ്ഞു തരുമോ? കരടിയുടെ കഥ മതിയോ? ഓക്കേ. ഒരിക്കലും ഒരു കാട്ടിലൂടെ ഒരു കരടി ഇങ്ങനെ നടന്നു പോവായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കരടി ഒരു കുഞ്ഞു മാൻകുട്ടിയെ കണ്ടു. കരടി അവിടെ എല്ലാം നോക്കി, പക്ഷെ ആ മാൻകുട്ടി ഒറ്റയ്ക്ക് സിംഗിളായിട്ട് നിൽക്കുമായിരുന്നു. കൊച്ചു കുഞ്ഞല്ലെന്ന് കരുതി ആ കരടി ആ മാൻകുട്ടി എടുത്ത് കരടിയുടെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തി. പാവ കുഞ്ഞു മാൻകുട്ടിക്ക് വിശക്കുന്നുണ്ടാവുമെന്ന് വിചാരിച്ച് ആ കാട്ടിലെ ഇലയും പുല്ലും പഴവും പച്ചക്കറികളും എല്ലാം കൊണ്ട് ആ മാൻകുട്ടിക്ക് കൊടുത്തു കരടി. അത് കഴിച്ച് സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് ആ മാൻകുട്ടിയൊക്കെ വളർന്നു. പെട്ടെന്നൊരു ദിവസം ആ മാൻകുഞ്ഞിന്റെ പപ്പയും അമ്മയും വന്നിട്ട് ഈ കുഞ്ഞു മാൻകുഞ്ഞ് ഞങ്ങളുടെ ആണെന്നങ്ങ് പറഞ്ഞു. ഇനി നീ പറ, ആ മാൻകുട്ടി ആ മാനിന്റെ ഫാമിലിയിലേക്ക് പോണോ അതോ കരടിയുടെ ഫാമിലിയിലേക്ക് പോണോ? ആ മാൻ ഇപ്പോ ഏത് ഫാമിലിയിലേക്കാ പോണ്ടത്? ഏത് ഫാമിലിയിലേക്കാ പോകേണ്ടത്? കരടിയുടെ ഫാമിലിയിലേക്ക്. ആണോ സീതമ്മ? പിന്നല്ലാതെ, ഇത്രയും ദിവസം സ്നേഹം കൊടുത്ത് വളർത്തിയത് ആ കരടിയല്ലേ. അതുകൊണ്ട് ആ മാൻകുട്ടി കരടിയുടെ ഫാമിലിയിലേക്ക് പോണം. അതെങ്ങനെ സീതമ്മ? അതൊരു മാൻകുട്ടിയല്ലേ, മാൻ എങ്ങനെയാ കരടിയാവുന്നേ? മാൻ എപ്പോഴും മാന്റെ കുടുംബത്തിലേക്കല്ലേ പോകേണ്ടത്? കറക്റ്റ് മോളെ.